മാഷാ അല്ലാഹ് സിദ്ധി ഉസ്താദിനോടൊപ്പം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാട്ടിലത്തെ കത്തീബ് വിളിച്ച് പറയുന്നുണ്ട് മാലപ്പാട്ട് പാടാണ്ട് വേഗം പറഞ്ഞു. അങ്ങനെ നേരെ അങ്ങോട്ട് വിട്ടെ. വേറെ ഇടല്ല നമ്മൾ സ്വന്തം നാട് ചേവാറിൽ സ്റ്റേജ് ചെയ്യുന്നപ്പോഴാണ് കഥ വരുന്നത്. കാര്യപ്പെട്ട പാട്ടാണ് മുസമിൽ തങ്ങളും ജെസ്സിയും ബന്ധനെയാണ്. പിന്നെ കൊട്ട് സ്പെഷ്യലിറ്റി നാസ്റ്റി. അങ്ങനെ ഞാനും ഒരു ചെറിയൊരു പാട്ട് പാടി. മദീന മലർത്തോപ്പിൽ വാഴുന്ന രാജ മാണിക്കല്ലാണൻ തിങ്കൾ സിറാജ. മദീന മലർത്തോപ്പിൽ വാഴുന്ന മാഷാ അങ്ങനെ പാട്ടല്ല പാടി നേരെ ഫുഡ് കഴിക്കാൻ പോയി. നമ്മളെ മുക്താർ പറഞ്ഞാണ് ഫുഡ്. മാഷാ ഇതാണ് നമ്മളെ സിംഗർ അസ്പു ചേവാർ. ഇതാണ് അഹദൽ നഗരത്തിന്റെ ടീം പുള്ളമാരുടെ ഒരു ഫോട്ടോ എടുക്കട്ടെ. പുള്ളമാർ ഫുള്ള് ചിരിക്കുന്നുണ്ട്. അപ്പുറത്ത് നാട്ടർച്ചക്കന്മാർ ഫുള്ള് സീറിന് കെട്ടാക്കാൻ തിരക്കിലുണ്ട്. മാഷാ അപ്പൊ കാമ്പ നമ്മളെ റഫീഖ് സർവീസ് ബാൽ തുടങ്ങി. മാഷാ അല്ലാഹ് പ്രയാസമാണ് ഔലിയാക്കന്മാരെ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ. അങ്ങനെ ബാല് കഴിഞ്ഞിട്ട് നേരെ പുറത്ത് കഴിഞ്ഞപ്പോൾ ഒരു താർ കിട്ടി. അതിൽ കയറി നേരെ ഉപ്പാൻ്റെ പീടിയൊക്കെ പോയി. വരുത്തല് ഉപ്പാനെ പോയി കണ്ടിട്ട് മുണ്ടിട്ട് ഒരാഴ്ച. അപ്പം ഞാൻ നിങ്ങൾക്ക് നല്ലൊരു അറിവ് പറഞ്ഞുതരാം. ഒരു ഹജ്ജ് ചെയ്ത് പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിക്കുന്ന ആരെങ്കിലും നിങ്ങളെ സ്വന്തം ഉമ്മ ഉപ്പാനെ മുഖത്തേക്ക് നോക്കിയിട്ട് സന്തോഷത്തോടു കൂടി പുഞ്ചിരിച്ചാൽ അവനക്ക് ഒരു പരിപൂർണ്ണ ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കും. അപ്പം എന്നെ ഒരാൾ ചോദിച്ചല്ലോ, അപ്പോൾ ഒരു ദിവസം 100 പ്രാവശ്യം നോക്കിയെങ്കിൽ 100 ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന്. അപ്പം നബി തങ്ങൾ പഠിപ്പിച്ചു അതെ 100 പ്രതിഫലം കിട്ടും. അപ്പം നമ്മളെ ഉമ്മമാർ ഉപ്പമാരെ വിശുദ്ധ നോക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഈ അറിവ് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പേജ് ഇപ്പം തന്നെ ഫോളോ ആക്കിയിട്ടൊക്കെ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൈമാറുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ കാണുമ്പോൾ നമ്മൾ അനിഞ്ഞ് വന്ന് അങ്ങനെ നേരെ പുറത്തേക്ക് വിട്ട് അവൻ ഇൻഷാ അല്ലാഹ് വീഡിയോ അതിൻ്റെ പേജ് ഇപ്പം തന്നെ ഫോളോ ആക്കിയിട്ടേക്കാം. അടുത്ത വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.